ശ്രീ ഹസ്കർ, ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞ ചരിത്രവും ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഈ ഇപ്പോഴത്തെ യാഥാർത്ഥ്യവും, ഒന്ന് ചരിത്രം, ഇസ്രായേലാണോ പലസ്തീനാണോ, രണ്ട് പണിക്കർ പറഞ്ഞ കാര്യം, യുദ്ധം ചെയ്യുന്നില്ല, ഒരു പാവൻ രാഷ്ട്രമാണോ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി, ഈ 3 പേരെയും ഫണ്ട് ചെയ്യുന്നത്, 3 പേർക്കും പരിശീലനം കൊടുത്ത് 3 പേർക്കും എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുന്ന, പണവും നൽകുന്ന ഇറാൻ അർത്ഥം നിഷ്കളങ്കരാണോ? 2 ചോദ്യത്തിനുള്ള മറുപടി അങ്ങ്, എന്നിട്ട് വേണം ഗ്ലോബൽ പൊളിറ്റിക്സിനെ കുറിച്ച് ശ്രീ ജോസ് കുട്ടിയിലേക്ക് പോകാനായിട്ട്. ശ്രീ ഹസ്കർ. പ്രിയപ്പെട്ട പ്രദീപ് പിള്ള, ഒന്ന് ചരിത്രത്തിലേക്ക് വീണ്ടും പോകേണ്ടി വരുന്നു. 1948 ഏപ്രിൽ 9 ഡെയർ യാസീൻ കൂട്ടക്കൊല എന്ന് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു പ്രസിദ്ധ കൂട്ടക്കൊല ഉണ്ടായിട്ടുണ്ട് പാലസ്തീനിൽ. പാലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഇർഗൂൺ ലേഹി എന്നീ പറയുന്ന 2 ഭീകര സംഘടനകൾ ഇസ്രായേൽ പരിപോഷിപ്പിച്ച് നടത്തിയിട്ടുള്ള കൂട്ടക്കൊലയാണ്. 7 ലക്ഷത്തോളം തദ്ദേശീയരായിട്ടുള്ള പലസ്തീനുകളാണ് അതുമൂലം കുടിയൊഴിക്കപ്പെട്ടത്. ഇവിടെ അടിസ്ഥാനപരമായി പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, നേരത്തെ അവിടെ താമസിച്ചിരുന്ന 48-ന് മുമ്പ് അവിടെ താമസിച്ചിരുന്നവരോ ജീവിച്ചിരുന്നവരോ ആയിട്ടുള്ള യഹൂദരെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല. ആ യഹൂദരുമായി യാതൊരു വിധത്തിലുമുള്ള സംഘർഷം പലസ്തീൻ ജനതയ്ക്കോ അറബ് രാജ്യങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല, അറബികൾക്കൊണ്ടോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് കോളനിക്ക് ശേഷം അവരുടെ നിർബന്ധ പ്രകാരം, അവരുടെ പ്രോത്സാഹന പ്രകാരം ആ കോളനികളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട് കുടിയേറ്റക്കാരായി എത്തിയിട്ടുള്ള ജൂത വംശജരുടെ പ്രശ്നങ്ങളാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഇപ്പോ ഏറ്റവും ഒടുവിൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ തുടക്കത്തിന് ശേഷം ഗസയും വെസ്റ്റ് ബാങ്കും ഒഴികെയുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കിയ ഇസ്രായേൽ അവിടെയൊക്കെ പുതിയ കുടിയേറ്റക്കാരെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെയാണ് 1987 ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ രൂപം കൊള്ളലിന് വരുന്നത്. ആദ്യ ഇത്തിഹാദും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തുകൊണ്ട് ഹമാസ് രൂപീകൃതമായി? ഹമാസ് ഇപ്പോ ലോകത്താകമാനുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ, അമേരിക്കയും ഇസ്രായേലും ജർമ്മനിയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളും ഇന്ത്യയും ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ്. ഐക്യരാഷ്ട്രസഭ ഇന്നുവരെ ഹമാസിനെ ഒരു തീവ്രവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോ ആ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി, സ്വന്തം ജനതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പോരാളികൾ എന്ന നിലയിൽ ഹമാസിനെ അംഗീകരിച്ചേ മതിയാവും. അപ്പോ ഒന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും INA സ്ഥാനം സ്വന്തം രാജ്യത്തെ കോളനിയെ കുടിയൊഴിപ്പിക്കുന്നതിനു വേണ്ടി ആയുധമെടുക്കേണ്ടി വന്ന INA പോലുള്ള ഇതിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ തന്നെ നമുക്ക് നിരാകരിക്കേണ്ടി വരുന്നു എന്ന വസ്തുത കൂടി നാം ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ ശ്രീ ഹസ്കർ, ഞാൻ അങ്ങയിലേക്ക് വരാം. കാര്യം അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയധികം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും മറുതോ